ഹലോ ഫ്രണ്ട്സ്, ഇതേ നമുക്കിന്ന് കുറച്ച് കശുവണ്ടി ചുട്ടെടുത്താലോ. ഇത് വന്നിട്ട് അപ്പുറത്തുനിന്ന് ബിന്ദു ചേച്ചി തന്നതാട്ടോ. അപ്പോൾ കുറേ ദിവസമായത് ഇങ്ങനെ ഇരിക്കണുണ്ട്. അപ്പോൾ വലിയമ്മ അതിനുള്ള തീ കത്തിക്കാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആല് കയ്യിൽ കൊണ്ട്, പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങോട്ട് ഊരി പോകുന്നു കേട്ടോ. അപ്പോൾ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓരോ കശുവണ്ടി ആയിട്ട് എടുത്തിട്ട് കൊടുക്കുന്നത്. കാരണം എനിക്ക് പേടിച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. ഇതിപ്പോൾ എത്രത്തോളം നല്ലതായിരിക്കും എന്ന് അറിയില്ല കേട്ടോ. കാരണം കുറച്ച് നാളായി ഇരുന്നിട്ട്, അപ്പോൾ പഴകി പോയിട്ടുണ്ട്. ഇനി അകത്ത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അതേ നമ്മൾ അടുപ്പിലേക്ക് തീയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കിടന്ന് കത്തണണ്ട. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ മറിച്ചും തിരിച്ചുമൊക്കെ നമ്മൾ കമ്പ് കൊണ്ടിട്ട് ഇളക്കി ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിൽ നിന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഷൂ എന്നുള്ള സൗണ്ട് കേട്ടു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കറയുണ്ട്. അപ്പോൾ അത് പോകുന്നതാണ്, അതിനകത്ത് കയറി പോകുന്നതാണ്. അങ്ങനെ എന്തൊക്കെയാണ് സംഭവം എനിക്ക് കറക്റ്റ് അറിയില്ല. കറ പൊട്ടുന്നതാണെന്നാണ് മീൻസ് എൻ്റെ അമ്മച്ചിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അവർക്ക് വലിയ വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നുമില്ല. എനിക്കും അറിയില്ല എന്താണ് സംഭവം ഇങ്ങനെ പൊട്ടിത്തെറിക്കണേന്ന് കാരണം. അപ്പോൾ വെന്തതൊക്കെ ഫസ്റ്റായിട്ട് അതേ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കണുണ്ട് കേട്ടോ. ഇങ്ങനെ എടുത്തില്ലെങ്കിൽ അതിൽ കിടന്ന് കരിഞ്ഞു പോകും. അകത്തുള്ളതും കൂടെ ചീത്തയായി പോട്ടോ. നല്ലത് എത്രത്തോളം ഉണ്ടാവും എന്ന് അറിയില്ലല്ലോ. അപ്പം അതിനിതാ എല്ലാം കൂടി ഇങ്ങോട്ട് നുള്ളി പറക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ തീയിൽ ഇതേപോലെ ആ കമ്പ് കൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് കിടത്തി കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ഞങ്ങൾ സാധാരണ ചെയ്യണം. പിന്നെ ഇതേപോലെ പാത്രത്തിൽ വെച്ചും ചെയ്യാറുണ്ട്, പക്ഷേ ഇതാണ് കുറച്ചും കൂടി എളുപ്പം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കല്ലിൽ വെച്ചിട്ട് ആ ചിരട്ട വെച്ചിട്ട് അതിൻ്റെ മീത് ഭാഗത്തിൽ വെച്ച് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം അങ്ങോട്ട് പൊടിഞ്ഞ് വന്നിട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കണ്ടിട്ട് കാണാൻ കുഴപ്പമൊന്നുമില്ല, ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ഉണ്ടല്ലോ, അതായത് ഇതിനകത്ത് ഇങ്ങനെ ആയിട്ട് കുറേ ചീത്തയായിപ്പോയി. കുറേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കുറച്ച് മാത്രമേ നല്ലത് കിട്ടിയിട്ടുള്ളൂ. അതിപ്പോൾ നല്ലതാണോ അല്ലേ എന്നുള്ളത് കഴിച്ച് കഴിഞ്ഞാൽ മാത്രമേ അറിയാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് തന്ന ആൾ, ഇത് കഷ്ടപ്പെട്ട് നുള്ളിപ്പറക്കിയ ആളിനെ വിളിക്കാൻ കുട്ടാപ്പി പോയേക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കഴിക്കണ വീഡിയോ എടുത്തു കേട്ടോ. കുഴപ്പമില്ല, 5-6 നല്ലത് കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ.